നമ്മൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു 3 പ്രോബ്ലംസ് കണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ട് ചെയ്യാം. അപ്പോൾ 4th ക്വസ്റ്റ്യൻ, two persons are standing on the opposite side of a tower. Two persons are standing on the opposite sides of a tower. Two persons are standing on the opposite sides of a tower. They observe the angle of elevation. They observe the angles of elevation. They observe the angles of elevation of the top of the tower. They observe the angles of elevation of the top of the tower to be 30 degree and 38 degree respectively. Two persons are standing on the opposite sides of a tower. They observe the angle of elevation of the top of the tower to be 30 degree and 38 degree respectively. Two persons are standing on the opposite sides of a tower. They observe the angles of elevation of the top of the tower to be 30 degree and 38 degree respectively. Find the distance between them. Find the distance between them. Find the distance between them. If the height of the tower is, find the distance between them if the height of the tower is 50 meter. If the height of the tower is 50 meter. Two persons are standing on the opposite sides of a tower. They observe the angles of elevation of the top of the tower to be 30 degree and 38 degree respectively. Find the distance between them if the height of the tower is 50 meter. അപ്പോൾ നമുക്ക് ഒരു ടവർ അല്ലേ, ഇതാണ് ടവർ. നമ്മൾ എ ബി എന്ന് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൽ, അപ്പോൾ ഇവിടെയുമായിട്ട് 2 പേര് നിൽക്കുക അല്ലേ, 2 സൈഡിലായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരാൾ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഒരാൾ നോക്കിയപ്പം അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ 30 ആയിട്ടും മറ്റേ ആൾ നോക്കിയപ്പം ആംഗിൾ ഓഫ് എലവേഷൻ 38 വരും. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുവാണെങ്കിൽ ഇത് 30 ഡിഗ്രി, ഇത് 38 ഡിഗ്രി. പിന്നെ തന്നേക്കുന്നത് എന്താണ്, ഹൈറ്റ് ഓഫ് ദ ടവർ 50 ആണ് തന്നിട്ടുണ്ട്, ഇത് 50 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പേഴ്സൺസ്. ആദ്യത്തേന് നമ്മൾ സി എന്നും രണ്ടാമത്തെ നമ്മൾ ഡി എന്നും വിളിക്കുവാണെങ്കിൽ സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു ഹൈറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സി ബിയും ബി ഡിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സി ഡി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആദ്യം ഫിഗർ ഒന്ന് വരയ്ക്കാം. Let AB be the tower. Let AB be the tower. Let AB be the tower and C and D be the positions of 2 persons. And C and D be the positions of 2 persons. Let AB be the tower and C and D be the positions of 2 persons. AB tower, C യും D യും positions of 2 persons. Given AB equal to 50 meter. Given AB equal to 50 meter. ആംഗിൾ നമുക്ക് ഫിഗറിൽ മാർക്ക് ചെയ്താൽ മതി. ഒരെണ്ണം 30 ഡിഗ്രി, ഇത് 38 ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് 30, ഇത് 38. ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ദെർഫോർ ഇൻ ട്രയാങ്കിൾ എ സി ബി, ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ tan 30 എന്ന് പറയുന്നത് എന്താണ്, tan 30 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. അപ്പോൾ അത് എ ബി ബൈ ബി സി ആണ് അല്ലേ. അപ്പോൾ tan 30യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അപ്പോൾ 1/√3 ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ ബി സി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ബി സി ഇസ് ഈക്വൽ ടു 50√3 എന്ന് വരികയല്ലേ.
നമ്മൾ ബി സിനെ ഇപ്പുറത്തോട്ടും √3 അപ്പുറത്തോട്ടും കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബി സി ഇസ് ഈക്വൽ ടു 50 √3 എന്ന് വരും. അത് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുവാണെങ്കിൽ 36.6 മീറ്റർ എന്ന് കിട്ടും. 36 അല്ല 86.6 മീറ്റർ എന്ന് വരും. ബി സി നമുക്ക് 86.6 മീറ്റർ എന്ന് കിട്ടും. ചെയ്ത് ഇത്രേ ഉള്ളൂ. ട്രയാങ്കിൾ എ സി ബി കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് 50 ആണെന്നറിയാം. ഇപ്പോൾ ഈ ബി സി കണ്ടുപിടിക്കാൻ വേണ്ടി tan 30 = AB/BC യൂസ് ചെയ്യും. അപ്പോൾ ബി സി എന്ന് പറയുന്നത് നമുക്ക് 1/√3 = 50/BC ആണ്. ബി സി എന്ന് പറയുമ്പോൾ 50 √3 വരും. ചെയ്യുമ്പം 86.6 മീറ്റർ കിട്ടി. ഇനി ആംഗിൾ എ ഡി ബി 38 ഡിഗ്രിയാണ്. ADB 38 ഡിഗ്രി ആയതുകൊണ്ട് ഇൻ ട്രയാങ്കിൾ ADB ട്രയാങ്കിൾ നോക്കുമ്പം tan 38 = അവിടെ 38ൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് 50ആണ്. AB / BD എന്ന് വരും. ഇനി tan 38ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ tan 38 ഡിഗ്രി എന്നുള്ളത് ഓർത്തോണം, അല്ലെങ്കിൽ ക്ലാസ് ടേബിൾ യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പം tan 38 ചെയ്യുമ്പോൾ നമുക്ക് 0.7813 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു AB അത് 50 / BD എന്ന് കിട്ടും. Therefore BD is equal to 50 / 0.7813 വരും. അപ്പോൾ അത് ചെയ്യുമ്പം 63.99 മീറ്റർ. അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 64 മീറ്റർ എന്ന് എടുക്കാൻ പറ്റും. Therefore BD നമുക്ക് കിട്ടി, BC നമുക്ക് കിട്ടി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പേഴ്സൺസ് എന്ന് പറയുന്നത് BCയും BDയും കൂടെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ BCD ആണ്. അപ്പം ഇത് 64 മീറ്ററും കിട്ടി, ഇത് 86.6 മീറ്ററും കിട്ടി. അപ്പോൾ നമ്മൾ BCയും കിട്ടി, BDയും കിട്ടി. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് CD എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും. The distance between the two persons is CD is equal to BC plus BD, which is equal to 86.6 plus 64, 140.6 മീറ്റർ എന്ന് വരും. 150 വരും അല്ലേ, 150.6 മീറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു. രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണെന്നുള്ള കാര്യം മാത്രമേ നമ്മളിവിടെ ഓർക്കേണ്ട കാര്യമുള്ളൂ. 5th question. The upper part of a tree, broken over by the wind, the upper part of a tree broken over by the wind, makes an angle of 45 degree with the ground. Makes an angle of 45 degree with the ground. The upper part of a tree broken over by the wind makes an angle of 45 degree with the ground. And the distance from the root to the point where the top of the tree touches the ground, and the distance from the root to the point where the top of the tree touches the ground is 15 meter. The upper part of a tree broken over by the wind makes an angle of 45 degree with the ground, and the distance from the root to the point where the top of the tree touches the ground is 15 meter. What was the height of the tree? Question രണ്ട് പ്രാവശ്യം വായിച്ച് നോക്കണേ. What was the height of the tree before it was broken? ഒന്നുകൂടെ പറയാം. The upper part of a tree broken over by the wind makes an angle of 45 degree with the ground,
and the distance from the root to the point where the top of the tree touches the ground is 15 meter. What was the height of the tree before it was broken? അപ്പോൾ നമ്മുടെ ട്രീ ഇങ്ങനെയൊരു ട്രീ ആയിരുന്നു, അത് ഇവിടെ വെച്ച് ഒടിഞ്ഞെന്ന് വിചാരിക്കുക, ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്തായി, ഈ ട്രീ ഇങ്ങനെ കിടക്കുവാണ്, അത് 45 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട് മേക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒടിഞ്ഞു കിടക്കുന്ന പോർഷനും ഗ്രൗണ്ടും കൂടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമ്മൾ ഒടിഞ്ഞ പോർഷനാണ് ഇത്, ഒടിഞ്ഞ് മിച്ചമുള്ള പോർഷൻ ഇത്, ഒടിഞ്ഞ പോർഷൻ ഇത്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ റൂട്ട് ടു ദ പോയിൻറ്റ് വെർ ദ ടോപ്പ്. അപ്പോൾ ഇതാണ് റൂട്ട്, അവിടെ നിന്ന് ഈ ടോപ്പ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിലോട്ടുള്ള ഡിസ്റ്റൻസ് 15 മീറ്ററാണ് തന്നിട്ടുണ്ട് അല്ലേ. ഇത് 15 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ട്രീയുടെ ഹൈറ്റ്, ഇത് ഒടിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള ട്രീയുടെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് 45 ഡിഗ്രിയാണ്. ഇത് നമുക്ക് AB എന്ന് വിളിക്കാം, ഇതിനെ C എന്നും വിളിക്കാം. അപ്പം BC എന്നുള്ള ഡിസ്റ്റൻസ് 15. ബേസ് അല്ലെങ്കിൽ റൂട്ടിനെ നമ്മൾ B എന്ന് വിളിച്ചാൽ ഇത് സത്യത്തിൽ എന്താ, ഇവിടം വരെ ഉണ്ടായിരുന്നൊരു ട്രീയാണ് അല്ലേ, ഇവിടം വരെ ഉണ്ടായിരുന്നൊരു ട്രീയാണ്, ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഒടിഞ്ഞ് സാധനം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക, അത് 45 ഡിഗ്രി ചെരിഞ്ഞാണ് കിടക്കുന്നത്. ആ ചെരിഞ്ഞ് ടോപ്പ് ടച്ച് ചെയ്യുന്ന ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോർഷനും ആ റൂട്ടും കൂടെ ഉള്ള ഡിസ്റ്റൻസ് 15 മീറ്ററാണ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ആക്ച്വലി എന്താ, ഈ AB എന്നുള്ള ഡിസ്റ്റൻസും AC എന്നുള്ള ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ABയും ACയും കൂടെ ആഡ് ചെയ്യുന്നതാണ് ആക്ച്വലി ഹൈറ്റ് ഓഫ് ദ ട്രീ വരും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ലെറ്റ്സ് B be the base of the tree. Let B be the base of the tree. B be the base of the tree and AB be the remaining portion of the tree. And AB be the remaining portion of the tree. Given distance from root to the end point of the tree is given. Distance from the root to end point of the tree is 15 meter. Given distance from root to end point of the tree is 15 meter. Given distance from root to end point of the tree is 15 meter. Therefore, BC is equal to 15 meter. Therefore, BC is equal to 15 meter. Angle ACB equal to 45 degree. Angle ACB is equal to 45 degree. Angle ACB is equal to 45 degree. Angle ACB equal to 45 degree. Tan 45 is equal to tan 45 perpendicular by base എന്നുള്ള അപ്ലൈ ചെയ്താൽ അതെന്തായിരിക്കും, AB by BC ആണ് അല്ലേ, AB by BC ആണ്. ഇനി tan 45 എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ അത് AB by 15 വരും. 1 is equal to AB by 15. tan 45 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്, AB നമുക്കറിയത്തില്ല, BC 15 ആണ്. Implies AB is equal to 15 വരും. AB is equal to 15. അപ്പം ഇനി നമുക്ക് AC കൂടെ കണ്ടുപിടിക്കണം. AC കൂടെ അപ്പോൾ AC എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡിൻ്റെയും സ്ക്വയർ ആണ്, സം ചെയ്യുന്നതാണ്, BC സ്ക്വയർ. അപ്പോൾ എന്ത് വരും, 15 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ.
അപ്പം 225 സ്ക്വയർ ആണ്, 450 വരും. അപ്പം എ ബിയും എ സിയും ഇവിടെ സെയിം ആണ് വന്നത്. എ ബിയും എ സിയും 15 മീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ എ സി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആകുമ്പോൾ ഹൈപ്പോട്ടനീസ് കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റ് രണ്ട് സൈഡ്സിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് ഹൈപ്പോട്ടനീസിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അപ്ലൈ ചെയ്യുമ്പോൾ എ സി എന്ന് പറയുന്നത് നമുക്ക് √450 വരും. √450. അപ്പോൾ അത് 21.21 വരും. 21.21 meter. Therefore, total height of the tree is equal to total height of the tree is equal to AC എന്ന് പറയുന്നത് 21.21 plus AB 15. അപ്പം 21.21 plus 15 meter. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് എ സി പ്ലസ് എ ബി ആണ്. അപ്പോൾ 21.21 plus 15 വരും. അപ്പോൾ അത് 36.21 മീറ്റർ എന്ന് വരും. 36.21 മീറ്റർ എന്ന് വരും. അപ്പം ഇത് ഒടിഞ്ഞു കിടക്കുവാണ്. ആ ഒടിഞ്ഞു നിൽക്കുന്ന സംഭവം ഗ്രൗണ്ടും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ പോർഷനും ഈ പോർഷനും കൂടെ ആഡ് ചെയ്യുന്നതാണ് ലെങ്ത് ഓഫ് ദി ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 6th question. A kite is attached to a string. A kite is attached to a string. A kite is attached to a string. Find the length of the string. Find the length of the string when the height of the kite is. Find the length of the string when the height of the kite is 60 meter. When the height of the kite is 60 meter and the string makes an angle 30 degree with the ground. A kite is attached to a string. Find the length of the string when the height of the kite is 60 meter and the string makes an angle 30 degree with the ground. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി ഇതെങ്ങനെ വരും എന്നുള്ളത്. അപ്പം ഒരു കൈറ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഒരു കൈറ്റ് ഒരു സ്ട്രിങ്ങും. അപ്പം അതിൻ്റെ ഹൈറ്റ് പറഞ്ഞേക്കുന്നത് 60 മീറ്റർ ആണ്. അപ്പം നമ്മൾ ഇവിടെയാണ് കൈറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്നുള്ള കൈറ്റിൻ്റെ ഹൈറ്റ് 60 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വെൻ ദ ഹൈറ്റ് ഓഫ് ദ കൈറ്റ് ഈസ് 60 മീറ്റർ ദ സ്ട്രിങ് മേക്സ് ആൻ ആംഗിൾ 30. അപ്പോൾ ഇതാണ് സ്ട്രിങ് എങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് ഇതായിരിക്കുകയല്ലേ, ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഇവിടെയാണ് വരുന്നത്. ഇത് കൈറ്റിൻ്റെ പൊസിഷൻ. അവിടെ നിന്ന് ഗ്രൗണ്ടിലോട്ടുള്ള ഹൈറ്റ് 60 മീറ്റർ ആണ്. കൈറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആ സ്ട്രിങ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി, ഇത് 60 മീറ്റർ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് let A be the position of the kite. Let A be the position of the kite. A be the position of the kite. And B be the base. And B be the base. And B be the base. Given AB equal to 60 meter. Given AB equal to 60 meter. Angle ACB equal to 30 degree. Given AB equal to 60 meter and angle ACB equal to 30 degree.
we have to find the length of the string. That is, we have to find AC. We have to find the length of the string. That is, we have to find AC. We have to find AC. അപ്പം in triangle ABC നമുക്ക് sin 30 കണ്ടുപിടിച്ചാൽ മതി. കാരണം നമ്മൾ സാധാരണ എപ്പോഴും ഇതും വേണ്ടതുകൊണ്ട് നമ്മൾ ടാൻ ആണ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലത്തിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് ഹൈപ്പോട്ടന്യൂസാണ്. പെർപെൻഡിക്കുലറും ഉണ്ട്, ഹൈപ്പോട്ടന്യൂസും ഉണ്ട്. നമുക്ക് വേണ്ടത് ഹൈപ്പോട്ടന്യൂസാണ്. പെർപെൻഡിക്കുലർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് sin 30 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ അത് AB ബൈ AC ആണ്. അപ്പോൾ sin 30യുടെ വാല്യൂ 1/2 ആണ് നമുക്കറിയാവുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. sin 30 എന്ന് പറയുന്നത് 1/2 ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ AC എന്ന് പറയാം. Therefore നമ്മൾ AC എന്ന് പറയുന്നത് 60 × 2 ഈക്വൽ ടു 120 മീറ്റർ എന്ന് കിട്ടി. Therefore ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 120 മീറ്റർ എന്ന് പറയാൻ പറ്റും. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 120 മീറ്റർ എന്ന് കിട്ടും. Okay. 7th question. The length of the shadow of a vertical tower. The length of the shadow of a vertical tower on level ground. The length of the shadow of a vertical tower on level ground increases by 10 meter. The length of the shadow of a vertical tower on level ground increases by 10 meter, comma, when the altitude of the sun changes from 45 degree to 30 degree. 45 degree to 30 degree. The length of the shadow of a vertical tower on level ground increases by 10 meter when the altitude of the sun changes from 45 degree to 30 degree. Calculate the height of the tower. Calculate the height of the tower. The length of the shadow of a vertical tower on level ground increases by 10 meter when the altitude of the sun changes from 45 degree to 30 degree. അപ്പോൾ ഇതാണ് നമ്മുടെ ടവർ എന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ ആദ്യം 45 ഡിഗ്രി എടുത്തത് ആംഗിൾ ഓഫ് അതിൽ നിന്ന് 10 മീറ്ററും കൂടെ കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 30 ഡിഗ്രി ആയപ്പോഴത്തേക്കും ഈ ഷാഡോയുടെ ലെങ്ത്, ഇവിടുത്തെ ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് അടുത്ത ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 30 ഡിഗ്രി വലുപ്പ ഷാഡോ. അപ്പോൾ ഇത് 10 മീറ്റർ ആണെന്നാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ വായിച്ച് നോക്കിയേ. ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് എ വെർട്ടിക്കൽ ടവർ ഓൺ ലെവൽ ഗ്രൗണ്ട് ഇൻക്രീസസ് ബൈ 10 മീറ്റർ വെൻ ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ സൺ ചേഞ്ചസ് ഫ്രം 45 ഡിഗ്രി ടു 30 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പം ടവർ ഇതാണ്. ഈ ടവറിൻ്റെ 45 ഡിഗ്രി ആകുമ്പോഴത്തേക്കാളും 10 മീറ്ററും കൂടെ കൂടുതലാണ് 30 ഡിഗ്രി വരുമ്പോഴത്തെ ഷാഡോ. അപ്പോൾ ഷാഡോ എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടിൽ കാണുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ABCD എന്നെടുത്താൽ ആദ്യത്തെ ഷാഡോ നമുക്ക് BC ആണ് അല്ലേ. ആദ്യത്തെ ഷാഡോ എന്ന് പറയുന്നത് BCയും രണ്ടാമത്തെ ഷാഡോ എന്ന് പറയുന്നത് BDയും ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് 10 മീറ്റർ. അപ്പോൾ ഈ CD 10 മീറ്റർ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിഗർ ഒന്ന് വരയ്ക്കാം. ലെറ്റ് AB be the tower. Let AB be the tower and BC be his shadow, and BC be his shadow when sun's altitude is 45 degree. Let AB be the tower and BC be his shadow when sun's altitude is 45 degree. That is, angle ACB equal to 45 degree. ACB equal to 45 degree.
അടുത്ത ലൈനിൽ when the sun's altitude changes to 30 degree, when the sun's altitude changes to 30 degree, the length of the shadow എത്രയാണ്? BD ആണ്. Length of the shadow is BD and angle ADB equal to 30 degree. Length of the shadow is BD and angle ADB equal to 30 degree. Given DC equal to 10 meter. DC equal to 10 meter. ആദ്യം നമുക്ക് ഈ ചെറിയ ട്രയാങ്കിൾ നോക്കാം. In triangle ABC, tan 45 is equal to AB by BC. അപ്പോൾ നമുക്ക് 1 is equal to AB by BC. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? AB equal to BC എന്ന് പറയാമല്ലോ. AB equal to BC ആണ്. ഇത് 45 ആയതുകൊണ്ട് ഈ സൈഡും സെയിം ആയിരിക്കും. AB equal to BC. In triangle ADC, tan 30 is equal to AB by BD. Implies tan 30 എന്ന് പറയുന്നത് എത്രയാണ്? tan 30 എന്ന് പറയുന്നത് 1/√3 നമ്മൾ കണ്ടതാണ്. tan 30 1/√3 is equal to AB by BD. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. BD നമുക്ക് 10 പ്ലസ് BC എന്ന് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. കാരണം BD എന്ന് പറയുന്നത് CD പ്ലസ് BC ആണ് അല്ലേ? CD പ്ലസ് BC ആണ്. CD എന്ന് പറയുന്നത് അല്ലെങ്കിൽ DC എന്ന് പറയുന്നത് 10 മീറ്റർ. അപ്പം 10 പ്ലസ് BC നമുക്ക് എടുക്കാം. ഇനി ABയും BCയും സെയിം ആണ് അല്ലേ? AB ഈക്വൽ ടു BC. അപ്പം നമുക്ക് tan 30 എന്ന് പറയുന്നത് 1/√3. AB നമ്മൾ അതുപോലെ ഇട്ടു. എന്നിട്ട് BD നമ്മൾ 10 പ്ലസ് BC എന്ന് എടുത്തു. ഇനി നമുക്ക് ഈ BCക്ക് പകരം AB തന്നെ കൊടുക്കാമല്ലോ. implies 1/√3 equal to AB by 10 plus AB. കാരണം എന്താണ്? ഇതിനെ ഇക്വേഷൻ 1 നമ്മൾ എടുക്കുവാണെങ്കിൽ AB ഈക്വൽ ടു BC ആണ്. അപ്പം നമുക്ക് ABക്ക് പകരം BCക്ക് പകരം AB കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AB എന്നുള്ള ഹൈറ്റാണ്. ആ ഹൈറ്റ് ഓഫ് ദ ടവർ, വെർട്ടിക്കൽ ടവറിലെ വേണ്ടത് അത് AB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. tan 30 1/√3 എന്ന് കൊടുത്തു. AB by BD എന്നുള്ളതിന് AB by 10 plus BC എന്ന് എഴുതി. ഇനി BC ABയും സെയിം ആയതുകൊണ്ട് BCക്ക് പകരം നമ്മൾ AB കൊടുത്തു. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 10 plus AB is equal to √3 AB എന്ന് വരും. 10 plus AB equal to √3 AB. അപ്പം 10 എന്ന് പറയുന്നത് √3 AB minus AB എന്ന് വരും. സോ 10 എന്ന് പറയുന്നത് നമ്മൾ AB കോമൺ ആയിട്ട് എടുത്താൽ √3 minus 1. Therefore, AB is equal to 10 divided by √3 minus 1 വരും. √3 എന്ന് പറയുമ്പോൾ 1.732 വരും. അപ്പം 10 divided by 1.732 minus 1. അപ്പം 10 divided by 0.7321. 32. which is equal to 10 divided by ചെയ്യുമ്പോൾ നമുക്ക് 13.66 മീറ്റർ എന്ന് കിട്ടും. ലെങ്ത് ഓഫ് ദ ടവർ ഈസ് ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് എടുത്ത് എഴുതണേ. AB എന്ന് മാത്രം എഴുതിയാൽ പോരാ. therefore height of the tower is 13.66 meter എന്ന് എഴുതണം. Okay. 8th question. The angle of elevation of the top of an unfinished tower. The angle of elevation of the top of an unfinished tower at a point distance 80 meter from its base. 80 meter from its base is 30 degree. The angle of elevation of the top of an unfinished tower
at a point distance 80 meter from its base is 30 degree. The angle of elevation of the top of an unfinished tower at a point distance 80 meter from its base is 30 degree. How much higher must be the tower be raised? How much higher must be the tower be raised? The tower be raised so that its angle of elevation. How much higher must be the tower be raised so that its angle of elevation at the same point may be 60 degree. How much higher must be the tower be raised so that its angle of elevation at the same point may be 60 degree. അപ്പോൾ നമ്മൾ ടവർ ആദ്യം ഇപ്പോൾ ഉള്ള ടവറിനെ നമുക്ക് എ ബി എന്ന് വിളിക്കാം. സി എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് എലവേഷൻ 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഇത് 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് കംപ്ലീറ്റ് ചെയ്യാത്തൊരു ടവറാണ്. അപ്പോൾ ഇനി മുകളിലോട്ട് പണിയാനുള്ളതാണ്. അപ്പം അറ്റ് എ പോയിന്റ് ഡിസ്റ്റൻസ് 80 മീറ്റർ ഫ്രം ഇസ് ബേസ്. അപ്പം ബേസിൽ നിന്ന് 80 മീറ്ററിൽ ദൂരെ നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ നോക്കിയപ്പം അത് 30 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് എത്ര കൂടുതൽ നമ്മൾ പൊക്കിയാലാണ്, കുറച്ചും കൂടെ നമ്മൾ പൊക്കി കഴിയുമ്പം ഈ സെയിം പോയിന്റിൽ ആംഗിൾ 60 കിട്ടുന്നത്. ഈ സെയിം പോയിന്റിൽ ആംഗിൾ 60 കിട്ടണം. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ഡി എന്ന് വിളിക്കുക. അപ്പം എയിൽ നിന്ന് ഡിയിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് നോക്കിയേ. ഒരു അൺഫിനിഷ്ഡ് ടവർ, അതിന് നമ്മൾ എ ബി എന്ന് വിളിച്ചാൽ ആ ബേസിൽ നിന്ന് 80 മീറ്റർ ദൂരെ അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ 30 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ആംഗിൾ എ സി ബി 30 ആയിരുന്നു. ഇനി ഇത് കുറച്ചും കൂടെ പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സെയിം പോയിന്റിൽ അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ 60 ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ 60 നമുക്ക് ഡി സി ബി 60 ഡിഗ്രി ആകും. അപ്പോൾ ആ ഹൈറ്റ് എത്ര കൂട്ടണം, എ ഡി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെറ്റ് എ ബി ബി ദ അൺഫിനിഷ്ഡ് ടവർ. ലെറ്റ് എ ബി ബി ദി അൺഫിനിഷ്ഡ് ടവർ. Let AB be the unfinished tower and C be a point 80 meter from the base. AB be the unfinished tower and CB be a point 80 meter from the base. Given angle ACB equal to 30 degree. Given angle ACB equal to 30 degree. Figure വരയ്ക്കണേ. Angle ACB equal to 30 degree. Let the tower be increased to D. Let the tower be increased to D. D വരെ നമ്മൾ അതിൻ്റെ ഹൈറ്റ് പൊക്കുക. Then angle DCB equal to 60 degree. Angle DCB equal to 60 degree. DCB equal to 60 degree. In triangle ABC നമ്മൾ എടുക്കുവാണെങ്കിൽ tan 30 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈ ബേസ് നോക്കുകയാണെങ്കിൽ എ ബി ബൈ 80 ആണ് അല്ലേ. ടാൻ 30 എന്ന് പറയുന്നത് എ ബി ബൈ 80 ആണ്. ടാൻ 30 1/√3. എ ബി നമുക്കറിയത്തില്ല. അപ്പോൾ എ ബി ബൈ 80 എന്ന് വരും. ഇംപ്ലൈസ് എ ബി എന്ന് പറയുന്നത് 80/√3 അല്ലേ. 80 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി എന്ന് പറയുന്നത് നമുക്ക് 80/√3 കിട്ടും. ഇനി ഇൻ ട്രയാങ്കിൾ ഡി സി ബി നമ്മൾ ആ വലിയ ട്രയാങ്കിൾ നോക്കുക. ഇൻ ട്രയാങ്കിൾ ഡി സി ബി ടാൻ 60 ഈസ് ഈക്വൽ ടു ബി ഡി ബൈ 80. ബി ഡിയെ നമുക്ക് എ ബി പ്ലസ് എ ഡി ഡിവൈഡഡ് ബൈ 80 എന്ന് എഴുതാലോ. ഇനി ടാൻ 30 എന്ന് പറയുന്നത് √3 ആണ്. √3 ഈസ് ഈക്വൽ ടു
എ ബി എന്ന് പറയുന്നത് 80/√3 പ്ലസ് AD ഡിവൈഡഡ് ബൈ 80 എന്ന് എഴുതാലോ. നമ്മൾ AB = 80/√3 നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊണ്ട് ഇവിടെ കൊടുക്കുവാണ്. AB = 80/√3 പ്ലസ് AD, അതായത് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് BD ആണ്. BD നമ്മൾ AB + AD എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇൻറ്റു 80 ചെയ്താൽ 80√3 = 80/√3 പ്ലസ് AD എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AD ആണ്. അപ്പോൾ AD എന്ന് പറയുന്നത് AD = 80√3 മൈനസ് 80/√3 എന്ന് പറയാൻ മേലേ. AD ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം 80/√3 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 80√3 മൈനസ് 80/√3 എന്ന് വരും. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 80 × √3 മൈനസ് 1/√3 എന്ന് വരും. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് അങ്ങനെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്താലും മതി കേട്ടോ. അപ്പം 80√3, 80 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 80 × √3 × √3 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1/√3. അപ്പോൾ അത് 80 × 2/√3 എന്ന് വരും. അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. √3 നമുക്ക് 1.732 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 160/√3 ചെയ്യുമ്പം 92.37 മീറ്റർ എന്ന് കിട്ടും. AD എന്ന് പറയുന്നത് 92.37 മീറ്റർ. AD എന്ന് പറയുന്നത് എന്താണ്? എത്രയും കൂടി ഇൻക്രീസ് ചെയ്യണമെന്നുള്ളതാണ്. Therefore, the tower should be increased by 92.37 meter. The tower should be increased by 92.37 meter so that the angle of elevation may be 60 degree. അപ്പം ഇന്നത്തേക്ക് ഇത്രയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഒരു 4 ക്വസ്റ്റ്യൻസ് ഹോംവർക്കും കൂടെ തരാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ 9th one. The height of a tree is √3 times. Height of a tree is √3 times the length of its shadow. Height of a tree is √3 times the length of its shadow. Find the angle of elevation of the sun. Find the angle of elevation of the sun. The height of a tree is √3 times the length of its shadow. Find the angle of elevation of the sun. അത് പെട്ടെന്ന് കിട്ടാനുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ ഹൈറ്റ് ഓഫ് എ ട്രീ എടുക്കുക. ഹൈറ്റ് ഓഫ് എ ട്രീ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ഇത് √3x ആണ് അല്ലേ. ദ ലെങ്ത് ഓഫ് ഹിസ് ഷാഡോ √3 ടൈംസ് ദ ലെങ്ത് ഓഫ്. അപ്പോൾ ഇത് വരച്ചപ്പോൾ ഇത് വലുതായിട്ട് കിടക്കണം, ഇതിങ്ങനെ കിടക്കണം. അപ്പോൾ ഇത് ഷാഡോ ആണെങ്കിൽ ഇത് √3 ടൈംസ് ദ ഷാഡോ ആണ് ഹൈറ്റ് കുറച്ചും കൂടെ വലുതാണ്. ഹൈറ്റിനേക്കാളും ചെറുതായിട്ടാണ് ഇവിടെ ഷാഡോ വന്നേക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ടാൻ ഇതിനെ തീറ്റ എന്ന് എടുക്കുവാണെങ്കിൽ ടാൻ തീറ്റ ഈസ് അല്ലെങ്കിൽ ഇത് സി ആയിട്ട് എടുത്താൽ ടാൻ സി ഈസ് ഈക്വൽ ടു √3x/x. അപ്പോൾ √3 എന്ന് വരും. എന്നിട്ട് തീറ്റ അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആൻസർ 60 ഡിഗ്രിയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. 10th question. The angle of elevation of the top of a tower from a point on the ground. The angle of elevation of the top of a tower from a point on the ground and at a distance of 160 meter from its foot. And at a distance of 160 meter from its foot. And at a distance of 160 meter from its foot is found to be 60 degree. Is found to be 60 degree. Find the height of the tower. Find the height of the tower.
the angle of elevation of the top of a tower from a point on the ground and at a distance of 160 meter from its foot is found to be 60 degree. Find the height of the tower. അപ്പം ഇത് ഇങ്ങനൊരു ടവർ, ഇത് ടവർ 160 മീറ്റർ ഫ്രം ദ ഫുട്ടിൽ അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ 60 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്ക് 160 മീറ്റർ, ഇത് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ടവർ, ഇത് 60 ഡിഗ്രി. അപ്പം tan 60 നമുക്ക് എടുക്കുമ്പം ടവർ ബൈ 160, അതിൽ നിന്ന് നമുക്ക് 160 ഇൻറ്റു tan 60 ചെയ്യുമ്പം നമുക്ക് ടവറിൻ്റെ ഹൈറ്റ് കിട്ടും. ആൻസർ 277.12 ആണ്. 277.12. Okay. 11th question. A ladder is placed along a ladder is placed along a wall. A ladder is placed along a wall such that its upper end is resting against a vertical wall. A ladder is placed along a wall such that its upper end is resting against a vertical wall. The foot of the ladder is 2.4 meter from the wall. The foot of the ladder is 2.4 meter from the wall, and the ladder is making an angle. The foot of the ladder is 2.4 meter from the wall. The foot of the ladder is 2.4 meter from the wall, and the ladder is making an angle of 68 degree with the ground. And the ladder is making an angle of 68 degree with the ground. Find the height up to which the ladder reaches. Find the height up to which the ladder reaches. അപ്പം ഇങ്ങനൊരു വോളയിലോട്ട് ഒരു ലാഡർ ചെരിച്ച് വെച്ചേക്കുക അല്ലേ, ലാഡർ ചെരിച്ച് വെച്ചേക്കുവാണ്. അപ്പം ലാഡറും ആ വോളിൻ്റെ ഫൂട്ടും കൂടെ ഉള്ള ഡിസ്റ്റൻസ് 2.4 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 68 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ upper end is resting against a vertical wall. Foot of the ladder is 2.4 meter from the wall, and the ladder is making an angle of 68 degree with the ground. Find the height up to which the ladder reaches. അപ്പോൾ ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ AB എന്ന് വിളിച്ചാൽ AB എന്നുള്ള ഹൈറ്റ് എവിടം വരെ, ഈ വോളിൻ്റെ എവിടം വരെയാണ് ലാഡർ ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പോയിന്റ്, ഈ AB എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് 68 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇത് 2.4 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് tan 68 is equal to AB by 2.4 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ 5.94 മീറ്റർ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഹോംവർക്ക്. 12th question. At a particular time, when the sun's altitude is 30 degree, at a particular time when the sun's altitude is 30 degree, the length of the shadow of a vertical tower is 45 meter. At a particular time when the sun's altitude is 30 degree, the length of the shadow of a vertical tower is 45 meter. Calculate രണ്ട് പാട്ടുണ്ട്. Height of the tower. Height of the tower. Height of the tower കണ്ടുപിടിക്കണം. Second part, length of the shadow of the same tower. Length of the shadow of the same tower when the sun's altitude is 60 degree. When the sun's altitude is 60 degree.
ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് ദ സെയിം ടവർ വെൻ ദ സൺസ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 60 ഡിഗ്രി. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാം. At a particular time when the sun's altitude is 30 degree, the length of the shadow of a vertical tower is 45 meter. Calculate the height of the tower. Length of the shadow of the same tower when the sun's altitude is 60 degree. അപ്പോൾ ഇത് നമ്മുടെ ടവർ, ഇത് 30 ഡിഗ്രി ഇരിക്കുമെന്ന് വിചാരിക്കുക. ഇത് 30 ഡിഗ്രി. അപ്പോൾ ഇത് എ ബി സി. അപ്പം ലെങ്ത് ഓഫ് ദി ഷാഡോ ഓഫ് ദ ടവർ എന്ന് പറയുന്നത് 45 മീറ്റർ. ഈ ഡിസ്റ്റൻസ് ബി സി 45 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബി, ഹൈറ്റ് ഓഫ് ദ ടവർ എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് tan 30 = AB/45 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എ ബി കിട്ടും. പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്? ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ഓഫ് ദ സെയിം ടവർ വെൻ ദ സൺസ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിയിൽ നിന്ന് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 60 ഡിഗ്രി ആയിട്ട് മാറുവാണ്. 60 ഡിഗ്രി ആയിട്ട് മാറുമ്പം ആ പൊസിഷനെ നമ്മൾ ഡി എന്ന് വിളിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കുക എന്താണ്? ബി ഡി കണ്ടുപിടിക്കണം. ബി ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബി ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി tan 60 = AB/BD സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പം എ ബി ആൻസർ വരുമ്പം എ ബി എന്ന് പറയുന്നത് 25.98. അപ്പോൾ അത് നമുക്ക് നിയർലി 26 വരെ. ഹൈറ്റ് ഓഫ് ദ ടവർ 25.98ഉം ബി ഡി എന്നുള്ള പുതിയ 60 ഡിഗ്രി ഉള്ളപ്പോഴത്തെ ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 15 മീറ്ററും ആയിരിക്കും. അപ്പം 25.98ഉം 15 മീറ്ററുമാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് സോൾവ് ഔട്ട് ചെയ്യണേ.